അൽഫോൻസ അവാർഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സ്നേഹാഗ്നി. കോട്ടയത്തിന് സമീപം ചരിത്ര പ്രശസ്തമായ കുടമാളൂർ ഗ്രാമത്തിലാണ് അൽഫോൻസാമ എന്ന അന്നക്കുട്ടി 1910 ഓഗസ്റ്റ് 10 ജനിച്ചത്. പ്രശസ്തനായ ഒരു വൈദ്യനായിരുന്നു അൽഫോൻസാമയുടെ പിതാവ് ജോസഫ് മുട്ടത്പാടത്ത് കൊച്ചുകുട്ടൻ. അമ്മ മേരി പുതുക്കാരി വിശ്വാസത്തിൽ ഉറച്ചതും സ്നേഹത്തിലും സമർപ്പണത്തിലും നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. അമ്മയുടെ സ്നേഹത്തിൽ മുങ്ങിയ കുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ തന്നെ ദുഃഖത്തിന്റെ നിഴലിലായിരുന്നു. പക്ഷെ ഒരു ദുഃഖങ്ങളും അവളെ തളർത്തിയില്ല. ആ ദുഃഖങ്ങളാണ് അവളെ വിശുദ്ധിയുടെ പാതയിലേക്ക് നയിച്ചത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ കുഞ്ഞിന്റെ ജീവചരിത്രമാണ്. ദുഃഖത്തിലൂടെ ദൈവസ്നേഹത്തിലേക്ക് ഉയർന്ന ഒരു ആത്മാവിന്റെ കഥ. ചമ്മേ, ദേ കുഞ്ഞാപ്പി ഓടി വരുന്നുണ്ട്. കൊച്ചമ്മേ, മറിയ കൊച്ചമ്മ ഇന്നലെ രാത്രി മാസം തികയാതെ പ്രസവിച്ചു. എന്റെ ഈശോയെ, എന്നാ പറ്റി? എവിടെ? മറിയ കൊച്ചമ്മ ഇന്നലെ രാത്രി മാസം തികയാതെ പ്രസവിച്ചു. കൊച്ചാമ്മക്ക് ദീനം ഒത്തിരി കൂടുതലാ. കൊച്ചാപ്പി, എന്റെ കുഞ്ഞിന് എന്തു പറ്റിയടാ? ഇച്ചായ, എന്റെ കുഞ്ഞാകെ അപകടത്തിലായി. എനിക്ക് ഇപ്പൊ പോണം. ഈ പനി പിടിച്ചിരിക്കുന്ന നീ എവിടെ പോവാനാ? എന്റെ പനിയെല്ലാം മാറി ദേ കിടക്കുന്നു. എടി മറിയേ, എന്റെ നേരിതൊന്ന് വേഗം തേച്ചതാടി. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇച്ചിരി പൊടിയേരിക്കഞ്ഞി കുടിച്ചു, കുറവുണ്ട്. എന്റെ തമ്പുരാൻ കർത്താവേ, എനിക്ക് ഇണയും തുണയുമായി നീ തന്നവള് എന്റെ കണ്ണടയുന്നതുവരെ കാണാൻ കനിവുണ്ടാകണേ. എന്റെ കുഞ്ഞിന് ആയുസ് ആരോഗ്യവും നൽകി അനുഗ്രഹിച്ചോണേ. കൊച്ചുകുട്ട, നീ ഇങ്ങനെ വിഷമിച്ചാൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താ? മാസം തികയാതെ ഒരുപാട് പേര് പ്രസവിച്ചിട്ടുമുണ്ട്, വളർത്തിയിട്ടുമുണ്ട്. നീ സമാധാനിക്ക്. ആ കൊച്ചുകുട്ടാ, മറിയൊക്കെ എങ്ങനെയുണ്ട്? എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ ചേച്ചി. എനിക്കിനി അധികം നാളില്ല. മോളെ, നിനക്കൊന്നുമില്ലടി. എന്റെ മോക്കൊന്നുമില്ല. എന്റെ കുഞ്ഞിന് ദൈവം ഒന്നും വരുത്തത്തില്ല കേട്ടോ. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, നീ ദൈവത്തിന്റെ വഴിയിലേക്കുള്ള വെളിച്ചമാണ്. ഞാനില്ലെങ്കിൽ ദൈവം നിന്നെ കൈവിടില്ല. എന്റെ പ്രാർത്ഥനകൾ നിന്നെ അനുഗമിക്കും. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കണമേ. മുട്ടത്ത് പാടത്ത് വീട്ടിൽ ശോകാന്തരീക്ഷം തളം കെട്ടി. പെട്ടെന്നുള്ള മറിയയുടെ മരണവും അനാഥമാക്കപ്പെട്ട കുഞ്ഞും ഏവരെയും വിഷമത്തിലാക്കി. കൊച്ചുകുട്ട, എനിക്ക് നിന്റെ അഭിപ്രായം അറിയണ്ടേ? കൊച്ചുകുട്ടന് ഒരു അഭിപ്രായം പറയാനുള്ള മാനസികാവസ്ഥയിലല്ല. എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് വീട് കരകയറും, അതാ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഈ പൊടിക്കുഞ്ഞിനെ വളർത്തും? അമ്മയ്ക്കാണെ പ്രായമായി, ബാക്കിയുള്ള പിള്ളേരുടെ കാര്യം നോക്കണ്ടേ? ഓ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇവളെ അങ്ങ് മുട്ടിച്ചിറക്കി കൊണ്ടുപോകാം. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മരിക്കാൻ നേരത്ത് ഞാൻ എന്റെ കൂടപ്പിറപ്പിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. അന്നമ്മേ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാൻ ഇടയ്ക്ക് വന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയെയും ഇളതുങ്ങളെയും കാണിക്കാം. എന്നാ വാ, നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്കങ്ങ് ഇറങ്ങിയേക്കാം. ഗോവിന്ദ തട്ടാനെ, ഞാൻ പറഞ്ഞ പൊന്നുണ്ടല്ലോ അല്ലേ? ഒരു തുള്ളി ഞാൻ കുറച്ചിട്ടില്ല. കൊച്ചമ്മ, എനിക്ക് അറിയത്തില്ലായോ? എന്നതാ കൊച്ചമ്മേ, കുഞ്ഞിനെ കെട്ടിക്കാൻ പോവാണോ? അതേടാ, ഞാൻ കെട്ടിക്കും. എന്റെ കൊച്ചെ നോക്കി നിൽക്കുമ്പോ അങ്ങ് വളരും. ഇവളുടെ അമ്മ, എന്റെ അനിയത്തി, എന്റെ കുഞ്ഞിനെ നോക്കിക്കോളണേ ഇച്ചേച്ചി എന്ന് പറഞ്ഞാ കണ്ണടച്ചത്. എന്റെ പൊന്നിനെ ഞാനൊരു രാജകുമാരിയാക്കി ഒരു രാജകുമാരനെ കൊണ്ട് കെട്ടിക്കും.
ദേ പെണ്ണെ, അധികം പൊങ്ങല്ലേ കേട്ടോടി. ഒരു പെണ്ണാണെന്ന ചിന്തയില് അടങ്ങി ഒതുങ്ങി വളർന്നോണം, അല്ലെങ്കിൽ എന്റെ വിധം മാറും. രാജകുമാരിയാണെന്നൊന്നും ഞാൻ നോക്കിയല്ല. അന്നക്കുട്ടിയെ വല്യമ്മച്ചിയെയും സഹോദരിമാരെയും കാണിക്കാൻ വളരെ ദൂരം കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ അന്നക്കുട്ടിയുടെ പിതാവിന് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെ കുടുംബാളോരും മുട്ടച്ചിറയിലുമായി അന്നക്കുട്ടി വളർന്നു. വല്യമ്മച്ചി, ആ വെല്ലുമ്മച്ചിയുടെ മുത്തിങ് വന്നേ. വെല്ലുമ്മച്ചി മോളെ നോക്കിയിരിക്കുമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, എന്റെ ഹൃദയം നിന്റെ തിരുക്കുമാരന് ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. എന്ത് വല്യമ്മച്ചി പൂങ്കാവനം? നല്ല ഭംഗിയുള്ള മണമുള്ള പലതരത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ വലിയ പൂന്തോട്ടമാണ് പൂങ്കാവനം. നമ്മുടെ ഹൃദയം പൂന്തോട്ടം പോലെയാക്കണം. അതിന് നമ്മളെന്താ ചെയ്യണ്ടേ വല്യമ്മച്ചി? അതിന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, ബഹുമാനിക്കണം. മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കണം. എല്ലാവരിലും യേശുവിനെ കാണണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ എന്നിവരെ പോലെ വിശുദ്ധരായി ജീവിക്കണം. ആരാ ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യ? വാ, വല്യമ്മച്ചി എല്ലാം പറഞ്ഞുതരാം. യേശു ആരാണെന്നും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചും യേശുവിനെ ദിവ്യ മണവാളനായി മനസ്സിൽ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചും വല്യമ്മച്ചി അന്നക്കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. യേശുവിന്റെ മണവാട്ടിയായി ഒരു വിശുദ്ധയാകണമെന്ന ചിന്ത വല്യമ്മച്ചിയിൽ നിന്നുമാണ് അന്നക്കുട്ടിക്ക് ലഭിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിന്റെ മണവാട്ടിയാകാൻ അന്നക്കുട്ടി തീരുമാനിച്ചു. അതിനായി പ്രാർത്ഥിച്ചു. വല്യമ്മേ, ആ കൊച്ചുകുട്ടന്റെ സങ്കടം കാണുമ്പോഴായി എനിക്കും സങ്കടം. 2 പെൺപിള്ളേര് പുറനിറഞ്ഞു നിൽക്കുകയല്ലയോ. അന്നക്കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവളെ നല്ല രീതിയിൽ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടോളാം. അന്നമ്മേ, കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. അവളൊരു കന്യകയായി ജീവിക്കണമെന്നാണ് തമ്പുരാന്റെ ഇഷ്ടം. വല്യമ്മ എന്നതാ ഈ പറയുന്നേ? കന്യകയായി ജീവിക്കാന്ന് വെച്ചാ? കന്യാസ്ത്രീയായി ജീവിക്കണമെന്ന്. അത് കൊള്ളാം. ദൈവം ഇത് ആരോട് പറഞ്ഞെന്നാ? പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന കുട്ടിയാ അവൾ. ഒരു ദിവസം കൊച്ചു ത്രേസ്യ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏത് കൊച്ചു ത്രേസ്യ? കൊച്ചു ത്രേസ്യ പുണ്യവതി. അതിന് അവര് ഫ്രാൻസിലെങ്ങാണ്ടുള്ളതല്ലേ. അവരെങ്ങനെ ഈ കുടമാളൂര് വന്നേ? നീ അധികം പരിഹസിക്കണ്ട. ഓ, എനിക്ക് അത്രയും വിവരം ഉള്ളെന്ന് ഓർത്താ മതി. എന്നിട്ട് ഈ കൊച്ചു ത്രേസ്യ എന്നാ പറഞ്ഞു? ഒരു കന്യാസ്ത്രീയായി ജീവിക്കണമെന്ന്. എന്റെ വല്യമ്മച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദേഷ്യപ്പെടില്ല. വല്യമ്മയും ഞാനും ഒക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. ഈ പ്രായത്തിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും തോന്നും. എനിക്ക് ഈ പ്രായത്തിൽ എത്ര പേരാ ഉറക്കത്തിലും മയക്കത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രായത്തിന്റെയാ, തന്നെ മാറിക്കോളും. വല്യമ്മ സമാധാനപ്പെടും. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ. തള്ള ആള് കൊള്ളാലോ. എന്റെ കൊച്ചിന്റെ കാര്യം വന്നപ്പോ അവർക്ക് കന്യാസ്ത്രീ ആക്കണം പോലും നടക്കുകയല്ല. ദേവസി, നീ പോയ കാര്യം എന്നാ ആയി? കൊച്ചമ്മേ, നല്ല ഒന്നാം തരം തറവാട്ടുകാരാ. ചെറുക്കൻ കണ്ട സുന്ദരന. എന്തുകൊണ്ട് നമുക്ക് യോജിച്ച ബന്ധമാണ്. ഞാൻ ഈ പയ്യന്റെ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചു. അപ്പന് ചെറിയൊരു ചട്ടുള്ള ആളല്ലേ? ആ, അത് തന്നെ അത് തന്നെ അത് തന്നെ. ആ ബസ്റ്റ്, ചട്ടും മുടന്നും ഉള്ളിടത്തേക്ക് എന്റെ പെണ്ണിനെ ഞാൻ വിടത്തില്ലേ. അമ്മേ, അത് ചെക്കന്റെ അപ്പനല്ലേ? അതെ, കൊച്ചിന് വിവരമുണ്ട്. അവരെ അന്നക്കുട്ടിയെ പള്ളി വെച്ച് കണ്ടിട്ടുണ്ട്. അമ്മേ, എന്റെ കല്യാണം എന്നാ? പോടാ അവിടുന്ന്. പുന്നാരം പറഞ്ഞോണ്ട് വന്നേക്കുന്നവൻ. ആ അതെ, അന്നെ കൊച്ചു വരുന്നുണ്ടല്ലോ. ഇതാ എന്റെ മോൾ അന്നക്കുട്ടി. ആ, സുന്ദരി കുട്ടിയാണല്ലോ. കണ്ണു വെക്കാതോളൂ. താൻ എന്നാ പെൺപിള്ളാരെ കണ്ടിട്ടില്ലേ? അതല്ല ചേർത്തി, നല്ല ചേർച്ചയാ, സംശയമില്ല. ഞാൻ പോവാ. എടി പെണ്ണേ, ഞാനൊരു അളിയനാകാൻ പോവാ. എനിക്ക് കല്യാണമൊന്നും വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നേ? അത് കാര്യാക്കണ്ട ചേർത്തി.
പെൺപിള്ളേര് വേണ്ട വേണ്ട എന്നല്ലേ പറയുള്ളൂ. അതെ, നിന്നെ ഞാൻ കേട്ടത് നിന്റെ സംഭവം നോക്കിയിട്ടാണ്. ഏയ്, ഇതാ സൈസ് ഒന്നും അല്ല. ഏത് സൈസ്? ഇവിടുന്ന് അച്ചായൻ എന്നാ ഒന്നും മിണ്ടാത്തെ? എന്റെ ആദ്യം എനിക്കല്ലേ അറിയൂ. ഞാൻ പറഞ്ഞിട്ടാണ് അവൾ സമ്മതിക്കേണ്ടത്. എന്റെ ഈശോയെ, എന്നെ രക്ഷിക്കണേ. ഈ കല്യാണാലോചനകൾ ഒന്നും നടക്കല്ലേ. എന്നെ നീ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. എത്ര നാളായി നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. നീ അല്ലേ എന്റെ മണവാളൻ. നീ അല്ലാതെ എനിക്ക് വേറെ ആരെയും വേണ്ട. എടി അന്നക്കുട്ടി, നീ വലിയ രാജകുമാരിയല്ലേ. നിന്നോട് അമ്മയ്ക്ക് സ്നേഹം മുഴുവൻ. ഏതു നേരവും എന്റെ അന്നക്കുട്ടി, എന്റെ അന്നക്കുട്ടി. പിന്നെ ഞാനേതാ? അയ്യോ, ഇതെന്നാ പറ്റി? എന്റെ പൊന്നെ, കരയല്ലേ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ കർത്താവേ, ഇതാ വരുന്നു. എന്ത് പറ്റി? എന്നാ പറ്റിയടി? പറ. എന്റെ പേരമ്മ, എനിക്ക് കല്യാണം ആലോചിക്കണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നേ? തള്ളയില്ലാത്ത കൊച്ച, നിന്നെ ആരുടെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. ദേ, ഇവിടെ മുതിർന്നവരുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. കേട്ടല്ലോ? നാളെ അവര് വരും. ഞാൻ ഈ കല്യാണം നടത്തും. എന്റെ അന്നമ്മേ, കുറെ നാളായല്ലേ ഇവിടെ ഈ വഴക്കും വേളം തുടങ്ങിയിട്ട്. നാട്ടുകാരറിഞ്ഞ നടക്കണാണേ. എന്റെ പേരപ്പ, എനിക്ക് ഈ കല്യാണം വേണ്ട. എന്നെ നിർബന്ധിക്കരുതേ. ഈശോ മിശിഹായുടെ 5 തിരുമുറുകളെ പ്രതി എന്നെ ഈ കല്യാണത്തിന് നിർബന്ധിക്കല്ലേ. എടി അന്നമ്മേ, അവക്കും അടുത്ത് ചേരാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെന്നേ. എനിക്കുമുണ്ട് വാശി. ഞാൻ നിന്നെ പാലൂട്ടി വളർത്തിയതാണ്. എന്റെ തീരുമാനം ഞാൻ നടത്തും. ആ ലക്ഷ്മിക്കുട്ടി, ഞാൻ നിന്നെ കാത്തിരിക്കുവായിരുന്നു. നിനക്ക് എന്ത് പറ്റി? നീ ആളാകെ മാറിപ്പോയി. നീ ഇപ്പൊ എന്നോടൊന്നും പറയാറില്ല. അങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മിക്കുട്ടി, എനിക്ക് സങ്കടമാവും. നിന്റെ പേരമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെന്നോ? എന്നെ ജീവന്റെ ജീവനാ. പെറ്റമ്മ അല്ലെങ്കിലും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ എന്നെ വളർത്തിയതല്ലേ. ആ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹമാ. എങ്കിൽ പേരമ്മയോട് തുറന്നു പറയണം നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന്. ലക്ഷ്മിക്കുട്ടിക്കെന്നല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല. പിന്നെ എല്ലാരും നിന്റെ മനസ്സിൽ ഒരു മണവാളനുണ്ടെന്ന് പറയുന്നതോ? എന്നെ കളിയാക്കരുത്. നീ വാ, എന്റെ മണവാളനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എടി മറിയപ്പെണ്ണേ, വേഗം എല്ലാം എടുത്തു വെക്കടി. അവരിപ്പൊ ഇങ്ങ് വരും. ഇന്നാ അമ്മച്ചി, അന്നകൊച്ചിനെ ഈ സ്വർണ്ണമെല്ലാം നമുക്ക് ഇടിയിപ്പിക്കാം. എന്റെ ഈശോയെ, ഞാൻ എന്നതായി കാണുന്നേ. ഇവിടെ ഇന്നലെ ആ ചാരക്കുഴിയിലേക്ക് പോകുന്നത് കണ്ടായിരുന്നു. എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അമ്മച്ചി. എന്റെ ഈശോയ്ക്ക് വേണ്ടി ഏത് വേദനയും ഞാൻ സഹിക്കും. ഈ അമ്മച്ചിയെ ഇങ്ങനെ ശിക്ഷിക്കണമായിരുന്നോടി. ഞാനിതെങ്ങനെ സഹിക്കും എന്റെ ഈശോയെ? ഞാൻ കാരണമാണല്ലോ എന്റെ കുഞ്ഞി വേദന അനുഭവിക്കുന്നത്. അമ്മച്ചി മോളുടെ ഒരാഗ്രഹത്തിന് എതിര് നിക്കത്തില്ല. മോളുടെ ഇഷ്ടം പോലെ മടത്തിച്ചേരുവോ? എന്ത് വേണേലും വായിക്കോ. ഞാനായിട്ട് ഒരു തടസ്സവും നിക്കത്തില്ല. അന്നക്കുട്ടി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ ഭരണാജ്ഞാനം ക്ലാരമഠത്തിൽ നിന്നാണ്. ഇത് സിസ്റ്റർ ഉർസുലാമ്മ. ബഹുമാനപ്പെട്ട ചാക്കോച്ചനച്ഛൻ അന്നക്കുട്ടിയെ കുറിച്ച് പറഞ്ഞു. വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്താ, മഠത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? അതെ അമ്മേ, വളരെ കാലമായി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ തീരുമാനത്തിലെത്തിയത്? എല്ലാം ഞങ്ങൾക്ക് വിശദമായി അറിയണം. ഒരു ദിവസം ഞങ്ങൾ അന്നക്കുട്ടിയുടെ വീട്ടിൽ വരും.
എല്ലാവരെയും കണ്ട് സംസാരിക്കണം. ഒരു കന്യാസ്ത്രീയുടെ ജീവിതം അത്ര എളുപ്പമല്ല. എല്ലാ ഭൗതിക സുഖങ്ങളോടും വിട പറഞ്ഞ് ഈശോയിൽ ജീവിതം പൂർണ്ണമായി അർപ്പിച്ച് അവനെ മണവാളനായി സ്വീകരിച്ച് ജീവിക്കണം. അന്നക്കുട്ടി, ഞങ്ങൾ ഇപ്പോൾ പോകുന്നു. ദൈവം അനുവദിച്ചാൽ നമ്മൾക്ക് ഇനിയും കാണാം. തക്ക സമയത്ത് നിന്നെ ഞാൻ കൈപിടിച്ചുയർത്തും എന്ന ദൈവവചനത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ കണ്ടത്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ ഭരണങ്ങാനം മഠത്തിലെ മദർ ഉർസീലേമയുമായിട്ടുള്ള കണ്ടുമുട്ടൽ അന്നക്കുട്ടിയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവായി. പിന്നെ നടന്നത് സഹനത്തിന്റെ തീച്ചൂളയിലെ ജീവിതവും മരണവും. പ്രവചനം പോലെ അന്നക്കുട്ടി ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയായി മാറി. ഭരണജ്ഞാനം ഭാരതത്തിന്റെ തീർത്ഥാടന കേന്ദ്രമായി. ഇന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ പുണ്യസ്ഥലം സന്ദർശിക്കുകയും അവളുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നു. മണവാളനെ സ്വീകരിക്കുവാൻ വിളക്കിലെ എണ്ണയും എടുത്ത് കാത്തിരുന്ന വിവേകമതിയായ കന്യകയായി അവൾ. ഭൗതികതയ്ക്കും സുഖലോപതയ്ക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിന് അവൾ എന്നും വഴികാട്ടിയാണ്. തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ, കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, സുഗന്ധം